कौन करता है चार शादी मालूम है ना? मालूम है ना चार शादी कौन करता है? ഇത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളാണ്. ഞാൻ തമാശ പറയുന്നതല്ല. ഇയാൾ ശരിക്കും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് യാതൊരു മടിയും കൂടാതെ ജനങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് 4 കല്യാണം കഴിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന്. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ളവർ ഇരുന്ന ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഇയാൾ. ഇവിടെ അമിത്ഷാ യാതൊരു കൂസലുമില്ലാതെ പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറയുന്നതും ആ പറയുന്ന കാര്യങ്ങളിൽ ഉള്ള ഡേറ്റ അനുസരിച്ചുള്ള യഥാർത്ഥ വസ്തുത എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കി തരാം. ഓർക്കണം, കൃത്യമായ ഡേറ്റകളോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ചാനലുകൾ വളരെ കുറവാണ് എന്നുള്ളത്. നമ്മുടെ ചാനൽ എപ്പോഴും കൃത്യമായ ഡേറ്റകൾ തെളിവ് സഹിതം കാണിച്ചാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല, മറിച്ച് അവരെ ബോധവൽക്കരിക്കുകയാണ് ഈ ചാനലിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ ഒരൊറ്റ പ്രസംഗത്തിന്റെ പേരിൽ ഇയാളെ ആജീവനാന്തം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും MP സ്ഥാനം റദ്ദാക്കുകയും ചെയ്യേണ്ടതാണ് എന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കി തരാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ പരമാവധി ഈ വീഡിയോ എല്ലാവരുമായി ഷെയർ ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ യഥാർത്ഥ സത്യം എന്താണ് എന്ന് ജനങ്ങൾ മുഴുവനും അറിയട്ടെ. തരംതാണ വാക്കുകൾ പറയുന്നതിൽ യാതൊരു മടിയും കൂടാതെ പച്ചയ്ക്ക് കള്ളം ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയുന്നതിൽ രാജ്യത്തിന്റെ ഭരണത്തലപ്പത്ത് ഒന്നാമതും രണ്ടാമതും സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തമ്മിൽ മത്സരമാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിൽ. ആരാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ നുണ പറയുന്നത്, ആരാണ് ഏറ്റവും സംസ്കാരമില്ലാതെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇവിടെ അമിത്ഷാ പറയുന്നത് കേൾക്കാം. मुझे बताओ, बंगाल में किसी को 4 शादी करने की परमिशन होनी चाहिए क्या? दीदी लोग बताओ, होनी चाहिए क्या? ईश्वर से बताओ, होनी चाहिए? कौन करता है 4 शादी मालूम है ना? मालूम है ना 4 शादी कौन करता है? എന്നോട് പറയൂ, ബംഗാളിൽ ആർക്കെങ്കിലും 4 കല്യാണം കഴിക്കുന്നതിനുള്ള അനുവാദം ഉണ്ടാവാൻ പാടുണ്ടോ? ദീദിമാർ പറയൂ, അനുവാദം ഉണ്ടാവാൻ പാടുണ്ടോ? ഉച്ചത്തിൽ പറയൂ, ഉണ്ടാവാൻ പാടുണ്ടോ? 4 കല്യാണം കഴിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമല്ലോ അല്ലേ 4 കല്യാണം കഴിക്കുന്നത് ആരാണെന്ന്? ഇത് പറയുമ്പോഴുള്ള അയാളുടെ മുഖത്തെ വികടൻ ഭാവം കണ്ടോ? രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആളുടെ വാക്കുകളും മുഖഭാവവും. ഇനി തുടർന്ന് കേൾക്കാം. आप रोकना चाहते हो तो चिंता मत करो, 5 तारीख के बाद हम UCC लगाएंगे. कोई बंगाल में 4 शादी नहीं कर पाएगा, 4 शादी नहीं करेगा. അത് തടയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിഷമിക്കേണ്ട. 5-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ UCC നടപ്പിലാക്കും. പിന്നീട് ആർക്കും ബംഗാളിൽ 4 കല്യാണം കഴിക്കാൻ സാധിക്കുകയില്ല. ഇത് കേൾക്കുമ്പോൾ ആരവം ഉയർത്തുന്ന കൈയടിക്കുന്ന ആളുകളെ കുറിച്ച് എന്താണ് പറയേണ്ടത്? BJP എന്ന് പറയുന്ന പാർട്ടിയിലുള്ളവർക്ക് ഒരു പൈസയുടെ പോലും വിവരമില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്. ഇത് കേട്ട് കുറെ ആളുകൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഏതായാലും വിവരമുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് അവിടെ കുറെ കസേരകൾ കാലിയായി കിടക്കുന്നത്. ഇയാൾ പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണ് എന്ന് നമുക്കറിയാം. സാധാരണ ജനങ്ങൾക്കെല്ലാം ഒന്നിലധികം കല്യാണം കഴിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾ ആണ് എന്ന് വിചാരിക്കും. ആരും തന്നെ ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയില്ല. പ്രത്യേകിച്ച് സംഘികൾക്ക് ആകെയുള്ളത് വാട്സാപ്പ് ജ്ഞാനമാണ്. പുസ്തകം വായിക്കേണ്ട സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പ്രപ്പകാന്തകൾ കണ്ണുമടച്ച് പലരും വിശ്വസിക്കും. ഇതിന്റെ വാസ്തവം എന്താണെന്ന് കൃത്യമായ തെളിവുകളോടെ കണ്ടുകൊള്ളൂ. 2019-നും 2021-നും ഇടയ്ക്ക് നടത്തിയ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5ന്റെ ഡേറ്റ പ്രകാരം, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഡേറ്റ പ്രകാരം വെറും 1.4% ആളുകൾ മാത്രമാണ് ഒന്നിലധികം ഭാര്യമാർ ഉള്ളവർ ആയിട്ടുള്ളത്. അതായത് രാജ്യത്തെ 98.6% ആളുകൾക്കും ഒറ്റ ഭാര്യ മാത്രമേ ഉള്ളൂ. വെറും 1.4% പേർക്ക് മാത്രമാണ് ഒന്നിലധികം ഭാര്യമാർ ഉള്ളത്. ഇവിടെ തീർന്നിട്ടില്ല. ഈ 1.4%
ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകളിൽ ഭൂരിഭാഗവും മുസ്ലിംസ് ആയിരിക്കും എന്നാണ് പലരും ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ബഹുഭാര്യത്വം, പൊളിഗമി ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളുടെ ഇടയ്ക്കല്ല, ക്രിസ്ത്യൻസിന്റെ ഇടയിലാണ്. 2.1%. രണ്ടാമത് മാത്രമാണ് മുസ്ലിങ്ങൾ, 1.9%. ഹിന്ദുക്കളുടെ ഇടയ്ക്ക് ഒന്നുമില്ല എന്നായിരിക്കും സംഖ്യകൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഹിന്ദുക്കളുടെ ഇടയിൽ 1.3% ആളുകൾ ഒന്നിലധികം ഭാര്യമാർ ഉള്ളവരാണ്. അതായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വെറും 0.6% വ്യത്യാസം മാത്രമാണ് ഉള്ളത്. എത്ര പേർക്കറിയാം ഇക്കാര്യം? സിഖുകാരുടെ ഇടയിൽ 0.5%, ബുദ്ധിസ്റ്റുകളുടെ ഇടയിൽ 1.3%, മറ്റുള്ളവരുടെ ഇടയ്ക്ക് 2.5% ഉണ്ട്. ഇനി ഇത് ഏറ്റവും കൂടുതലുള്ള മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലുമല്ല. മേഘാലയയിൽ 6%-ലധികം ബഹുഭാര്യത്വം ഉണ്ട്. മിസോറാമിൽ 4%-ൽ അധികമുണ്ട്. റൂറൽ ഏരിയകളിലും വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ ഇടയിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഇടയിലുമാണ് ഇത് കൂടുതലായി ഉള്ളത്. പിന്നെ ചില ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ ഇതൊരു പ്രാക്ടീസായി തുടരുന്നവർ ഉണ്ട്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ. അതിനാലാണ് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ബഹുഭാര്യത്വം ഏറ്റവും കൂടുതൽ ഉണ്ടാവുവാനുള്ള കാരണം. ഓർക്കണം, ഹിന്ദു മാരേജ് ആക്ട് ബഹുഭാര്യത്വം നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ മുസ്ലിങ്ങൾക്ക് 4 ഭാര്യമാർ വരെ ആവാം. പക്ഷേ അങ്ങനെയുള്ളവർ നിങ്ങൾ കണ്ടതുപോലെ വളരെ വളരെ കുറവാണ്. മേഘാലയയിൽ 75%-ഓളം ക്രിസ്ത്യാനികളുണ്ട്. മിസോറാമിലും നാഗാലാൻഡിലും 88%-ഓളം വീതം ക്രിസ്ത്യാനികളുണ്ട്. അതിനാലാണ് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് 2.1% ബഹുഭാര്യത്വം ഉള്ളത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ബഹുഭാര്യത്വത്തിന്റെ കാര്യത്തിൽ വെറും 0.6% വ്യത്യാസം മാത്രം. ഇനി പഴയ കണക്ക് നോക്കാം. 1961 സെൻസസ് രേഖകൾ പ്രകാരം ഹിന്ദുക്കളുടെ ഇടയിൽ 5.8% പേർ ഒന്നിലധികം ഭാര്യമാർ ഉള്ളവർ ആയിരുന്നു. അതിലും താഴെ 5.7% മുസ്ലിങ്ങളാണ് അന്ന് ഒന്നിലധികം ഭാര്യമാർ ഉള്ളവരായി ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഹിന്ദുക്കളെക്കാൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് മുസ്ലിങ്ങളാണ് എന്ന കാരണത്താലാണ് അവരുടെ ഇടയിൽ ഇപ്പോഴും ഹിന്ദുക്കളെക്കാൾ അല്പം കൂടുതൽ ബഹുഭാര്യത്വം ഉള്ളത്. അതാണ് യഥാർത്ഥ സത്യം. അതുപോലെ ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ് കുട്ടിക്കല്യാണം മുസ്ലിങ്ങളുടെ ഇടയ്ക്കാണ് കൂടുതൽ എന്ന്. എന്നാൽ അതും 100% തെറ്റായ കാര്യമാണ്. 2016 ഈ റിപ്പോർട്ട് കണ്ടോ? 10 വയസ്സിൽ താഴെ കല്യാണം കഴിച്ചവരായി 12 മില്യൺ, അതായത് 1.2 കോടി കുട്ടികളാണ് ഉള്ളത്. അതിൽ 84% ഹിന്ദു കുട്ടികളാണ്. ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നറിയാൻ ആരും മെനക്കെടാറില്ല. എന്തിനേറെ പറയുന്നു, അമേരിക്കയിൽ വരെ 0.5% ആളുകൾ പൊളിഗമി പ്രാക്ടീസ് ചെയ്യുന്നവരായി ഉണ്ട്. ഇത്രയും സാമൂഹികമായി മുന്നേറിയ രാജ്യത്ത് പോലും. അത് കൂടുതലായുമുള്ളത് മോർമൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്കാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഇത്തരം വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളാണോ എന്നുള്ളതാണ്. വിവരമില്ലാത്ത സംഖ്യകൾക്ക് ഇത് പ്രശ്നമല്ലാത്തോളം കാലം ഇത്തരം നാടകങ്ങൾ ഇവർ തുടരും. കാരണം ഈ കൊച്ചിന് ഈ കഞ്ഞി മതി എന്ന് പറഞ്ഞതുപോലെ ഇവർക്കറിയാം ഇവരുടെ സപ്പോർട്ടേഴ്സിന് ഇതൊക്കെ മതി എന്ന്. അമിത്ഷാ ഇവിടെ പറഞ്ഞത് അയാളെ ആജീവനാന്തം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാനുള്ള കാരണം ഉള്ളതാണ്. അതിൻ്റെയും തെളിവ് ഇതാ. ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, മതപരമായ വികാരങ്ങൾ ഉണർത്തുകയും മതസ്ഥാപനങ്ങൾ രാഷ്ട്രീയ പ്രൊപ്പഗാൻഡയ്ക്ക് ഉപയോഗിക്കുകയോ ഏതെങ്കിലും മതത്തെക്കുറിച്ച് നുണ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. 1951 മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് സെക്ഷൻ 123(3) അനുസരിച്ച് ഇത് ഡിസ്ക്വാളിഫിക്കേഷന് കാരണമാവും. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ കമ്മ്യൂണിറ്റിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. അതുപോലെ മതപരമായ ഭിന്നതകൾ പ്രചരിപ്പിക്കുകയും നുണകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. സുപ്രീം കോടതിയുടെ റൂളിംഗ് അനുസരിച്ച് മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കാരണമാകും. അങ്ങനെ നോക്കുമ്പോൾ മോദിയും അമിത്ഷായും നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കാരണമായത് ആണ് 100%. പക്ഷേ അവരുടെ സ്വന്തം സെലക്ഷൻ കമ്മീഷൻ ആയതിനാൽ ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കുകയില്ല എന്ന് മാത്രമല്ല, കേട്ടതായി പോലും നടിക്കുകയില്ല. ഇങ്ങനെ പച്ചയ്ക്ക് മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റുകയും 100% തെറ്റായ കാര്യങ്ങൾ യാതൊരു മടിയുമില്ലാതെ വിളിച്ചു പറയുകയും ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്ന അമിത്ഷായുടെ വാക്കുകളെക്കുറിച്ചും
അത് കേട്ട് കൈയടിക്കുകയും സന്തോഷത്തോടെ ആർത്ത് അട്ടഹസിക്കുകയും ചെയ്യുന്ന തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത മന്ദഭക്തരെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്?